പഞ്ചായത്ത് ഇപ്പം അങ്കമാലിയോട് ചേർന്ന് കിടക്കുന്ന അങ്കമാലിയുടെ ഭാഗം തന്നെ എന്ന് പറയാവുന്ന പോലുള്ള ഇതാണ്. ചെറുപ്പക്കാരാണെങ്കിൽ നല്ല കൂട്ടായ്മയുണ്ട്. താനും ഏറ്റവും അധികം മദ്യപാനമുള്ളത് അങ്കമാലിയാണ്, കേരളത്തിൻ്റെ റെക്കോർഡ്. സ്വാഭാവികമായിട്ട് ഇവിടെയും അത് ആ രീതിയിലൊരു കൂട്ടായ്മയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് സാർ, കമ്പാരിറ്റീവ്ലി കുറവാണ്. അത്തരത്തിലുള്ള ഇപ്പൊ ഈ സ്പോർട്സ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലായിടത്തിന്റെ. ഇതേപോലുള്ള സ്പോർട്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അത് സ്ത്രീകളായിരിക്കും ഉത്തരം പറയുന്നത് നല്ലത്. സാർ പറഞ്ഞത് ശരിയാണ്. നമുക്ക് മദ്യപാനം ഇത്തിരി കൂടുതലുള്ള ഒരു ഇതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. പക്ഷെ അതിനൊക്കെ വേണ്ട ഈ നമ്മളെന്താണോ ഒരു വാർഡുകളിൽ തലത്തിൽ വിളിച്ചു കൂട്ടുകയോ അങ്ങനെയുള്ള ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആദ്യത്തേലൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട് ഇപ്പം ചെറുപ്പക്കാരുടെ ഇടയിലുള്ളത്. മറ്റവരെ പെട്ടെന്നൊന്നും നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളത് വാർഡ് തലത്തിലൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ കുട്ടികളുടെ ബാലസഭ തുടങ്ങി നമ്മളിതിങ്ങനെ പറയുന്നുണ്ട്. അവരെ ബോധവൽക്കരിക്കാനുള്ള അല്ലാതെ അംഗനവാടികളിൽ വിളിച്ചു കൂട്ടുമ്പോൾ പെൺകുട്ടികളെ മാത്രം വിളിച്ചു കൂട്ടുന്നതുകൊണ്ട് മറ്റുള്ള ഇതിലൂടെ ലൈബ്രറിയിലൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ ആൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരി, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ട് തോന്നുന്നു. വളരെ നല്ല ഒരു ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പൊതുവെ ഈ പഞ്ചായത്തുകളുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഇതേപോലെ മറ്റുള്ളവരുടെ മുൻപ് അവതരിപ്പിക്കാനും കണ്ട ചില പ്രോഗ്രാമുകൾ ഞങ്ങളുടെ തന്നെ കണ്ണു തുറപ്പിക്കാനും ഒരുപാട് പുതിയ പുതിയ മാനങ്ങൾ ഇതിനുണ്ട് എന്ന് തോന്നിക്കാനും ഈ പരിപാടി സഹായകരമായിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റ് സംതൃപ്തനാണ്. നമ്മുടെ ജഡ്ജസ് അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കാം. കടമേഷ് 15-ൽ 12, 15-ൽ 11.5, 10-ൽ 7.5, 10-ൽ 8, 10-ൽ 8. തുറവൂർ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 47 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ? മാർക്കല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഒരു ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. മാർക്ക് 47 കിട്ടിയപ്പോൾ സന്തോഷവും. എന്തായാലും അവർ സന്തോഷവാന്മാരാണ്. നിങ്ങൾക്ക് ഇവരുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് TRVR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. തുറവൂരിൽ നിന്നും ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്തിലേക്കാണ്. പക്ഷെ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. മീനമൃത് വടക്കൻ കേരളത്തിലെ ചില ഭഗവതി കാവുകളിലെ ക്ഷേത്രാചാരമാണ്. വേട്ടയ്ക്കൊരു മകൻ തെയ്യത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു മൂപ്പന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മീൻ പിടിക്കാൻ പോകും. പിന്നീട് ഇവർ പിടിച്ചുകൊണ്ടുവന്ന മീൻ ആരും കാണാതെ ഭഗവതിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിക്കും. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നെല്ലും മീനും പദ്ധതിയുടെ പേരിൽ തന്നെയുണ്ട് ഈ സംസ്കാരത്തിന്റെ തുടർച്ച. നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്ന് ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PM രാജമണി ടീച്ചർ, വൈസ് പ്രസിഡന്റ് ശ്രീ K മനോഹരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K കുമാരൻ മാസ്റ്റർ, മെമ്പർ ശ്രീമതി D വിമല, മെമ്പർ ശ്രീ PK വിശ്വനാഥൻ, കൂടാതെ 7 മെമ്പർമാരും ഏഴോം പഞ്ചായത്തിൽ നിന്ന് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഏഴോംന്ന് ഈ പേര് വരാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബ്ലോക്കിലെ
ഒരു ചെറിയ പഞ്ചായത്താണ് ഏഴോം. ഏഴിമല വാണിരുന്ന മൂഷിക വംശത്തിൻ്റെ ആസ്ഥാനമാണ് ഏഴോം. അതിൻ്റെ പേരിലാണ് ഈ ഗ്രാമപഞ്ചായത്തിന് ഏഴോം എന്ന പേര് വന്നത്. നമുക്കിപ്പം ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നാട്ടുവഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം അല്ലേ? കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽ വനങ്ങൾ ഏഴോമിന്റെ പ്രത്യേകതയാണ്. പലതരം ദേശാടന പക്ഷികൾ ഇവിടെ വന്നു പോകാറുണ്ട്. ബർമയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അക്യാബ്. കണ്ണൂർ ജില്ലയുടെ അക്യാബ് എന്നാണ് ഈ ഏഴോം ഗ്രാമപഞ്ചായത്ത് അറിയപ്പെട്ടിരുന്നത്. പഞ്ചായത്തിന്റെ പകുതി പ്രദേശം ഈ കുപ്പം പഴയങ്ങാടി പുഴയാലും ചതുപ്പ് നിലങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. കലാ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമാണ് ഇന്നും ഈ ഗ്രാമപഞ്ചായത്ത്. 70-ലേറെ കലാ സാംസ്കാരിക സംഘടനകൾ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ കാവുകളുടെയും തെയ്യങ്ങളുടെയും നാടാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത്. ഏഴിമല രാജവംശത്തിലെ ഒരു രാജകുമാരന് ഈ നാട്ടിൽ ഒരു കോവിലകം പണിതു കൊടുത്തു. ആ കോവിലകത്തിന് ഏഴോത്ത് കോവിലകം എന്ന് പേരിട്ടു. അവിടെ നിന്നാണ് ഈ നാടിന് ഏഴോം എന്ന് പേരുണ്ടായത് എന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം, ഈ നാട്ടിൽ 7 ശിവക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ 7 ഓം ചേർന്നാണ് ഈ നാടിന് ഏഴോം എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു. നരിക്കോട് കുന്നമംഗലത്തെ ഈറ്റിശ്ശേരി ഇല്ലം ചിറക്കൽ കോവിലിനേക്കാൾക്കും വലുതാണ് ഈ ഇല്ലം എന്നാണ് പറയപ്പെടുന്നത്. കേരളീയ വാസ്തുമാതൃകകൾ നിർമ്മിച്ചതിൽ ഏറ്റവും ഉദാഹരണമായി കാണിക്കാവുന്നതാണിത്. 100-ലേറെ മുറികൾ ഈ ഇല്ലത്തിനകത്തുണ്ട്. പലതും ഇപ്പോഴും വെളിച്ചം കയറാതെ അടച്ചിട്ടിരിക്കുകയാണ്. ആരും ഇപ്പം അതിനകത്തൊന്നും കയറി നോക്കാറ് പോലും ഇല്ലെന്ന്. ഏതൊക്കെ മേഖലയിലെ വികസനത്തിനാണ് ഇപ്പൊ പ്രധാനമായും പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തുന്നത്? ഏഴോം ഒരു കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക വികസനത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നെല്ലും മീനും പദ്ധതി. അതുപോലെ തന്നെ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഭവന നിർമ്മാണം, അത് പട്ടികജാതിയും ജനറലും എല്ലാം തന്നെ ഭവന നിർമ്മാണം, സമ്പൂർണ്ണ ഭവന നിർമ്മാണം ഈ വർഷം കൊണ്ടുവരാനുള്ള എല്ലാവിധ പദ്ധതികളും പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നെല്ലും മീനും പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാം വികസന കാഴ്ചകളിലേക്ക്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഭക്ഷണ രീതിയിൽ പോഷകസമൃദ്ധമായ മത്സ്യം ഒരു ഇനമായി മാറിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് നെല്ലും മീനും പദ്ധതി. ഫിഷറീസ് വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ ഏഴോം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സംരംഭമാണ് നെല്ലും മീനും പദ്ധതി. ഇവിടെ ഇപ്പൊ മൊത്തം 10 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. 7 എണ്ണം ഫിഷറീസ് വകുപ്പിന്റെ കീഴിലും 3 എണ്ണം കൃഷി വകുപ്പിന്റെ കീഴിലും. ഫിഷറീസ് വകുപ്പ് 80% സബ്സിഡി നൽകുമ്പോൾ കൃഷി വകുപ്പ് 100% സബ്സിഡി നൽകുന്നു. വർഷങ്ങളോളം തരിശിട്ട കൈപ്പാട് കൃഷിനിലങ്ങൾ കാട് വെട്ടിത്തെളിച്ച് ഉപയോഗപ്രദമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. കർണാടകം വഴി കുന്നുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കുപ്പംപുഴ ഈ പ്രദേശത്തെത്തുമ്പോൾ പരന്നൊഴുകാൻ തുടങ്ങുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒഴുകിവരുന്ന അവസാദങ്ങളും മറ്റ് ജൈവാംശങ്ങളും ഈ പ്രദേശത്ത് അടിഞ്ഞുകൂടുന്നു. ഇത്തരം പ്രദേശങ്ങളെയാണ് കൈപ്പാട് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലൊരു കൈപ്പാട് പ്രദേശമാണ് ഇത്. പകുതിയിലധികം വരുന്ന ഈ പഞ്ചായത്തിലെ കൈപ്പാട് പ്രദേശങ്ങൾ ഏറ്റെടുത്ത് ഇവിടെയാണ് കൃഷിക്ക് അനുയോജ്യമാക്കി നെല്ലും മീനും പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കൃഷിക്കാരന് പരമാവധി സാമ്പത്തിക സഹായവും വിള ഇൻഷുറൻസും ഈ പഞ്ചായത്ത് ഉറപ്പാക്കുന്നു. ഏഴോം ഗ്രാമം കൈപ്പാട് നിലങ്ങളാൽ സമൃദ്ധമാണ്. കൈപ്പാടിൽ പ്രധാനമായും ഒറ്റവിള നെൽകൃഷി മാത്രമേ നടത്താൻ കഴിയൂ. മൺസൂൺ മഴയ്ക്ക് ശേഷം പുഴയിലെ ഉപ്പ് നീങ്ങുമ്പോഴാണ് കൈപ്പാടിൽ കൃഷി ആരംഭിക്കുന്നത്. ഇത് സമ്പൂർണമായും ജൈവ കൃഷിയാണ്. സവിശേഷമായ ഭൂപ്രദേശമാണ് ഏഴോം ഗ്രാമത്തിന്റേത്. പകുതിയിലധികവും കൈപ്പാട് പ്രദേശങ്ങളാണ്. പ്രത്യേകമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിത്തിനങ്ങളാണ് കൈപ്പാട് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നത്. മഴക്കാലം കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിന്റെ വരവോടെ
കൈപ്പാട്